എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും. നാളെ വൈകുന്നേരം 3 മണിയോടെ വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥികളുടെ റിസൾട്ട് പ്രഖ്യാപിക്കുകയും ഏകദേശം 3:30-4 മണിയോടെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് results.kai.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് parishabhavan.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴിയും SSLCexam.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴിയും സഫലം 2025 മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാം. SSLC HI വിഭാഗമാണെങ്കിൽ SSLCHIexam.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴിയും അതുപോലെ തന്നെ THSLC ആണെങ്കിൽ THSLCexam.kerala.gov.in എന്നുള്ള വെബ്സൈറ്റുകൾ വഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാം. വിവിധ SSLC പരീക്ഷാ പോർട്ടലുകളുടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സുകൾ parishabhavan.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലെ പരീക്ഷാ പോർട്ടലിൽ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയെടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെയുള്ള ആ ഒരു പേജിലെ ലിങ്ക് വഴി ഇന്ന് തന്നെ നിങ്ങൾ ജസ്റ്റ് ആ ഒരു പേജിലേക്ക് ഒന്ന് പ്രവേശിച്ച് ആ ഒരു ലിങ്ക് അഡ്രസ്സ്, അതായത് ആ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് SSLCയുടെ പരീക്ഷാ ഫലം നിങ്ങൾക്ക് നാളെ അറിയാൻ സാധിക്കും. എന്നാൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷ റിസൾട്ട് അറിഞ്ഞ ശേഷം അതിൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ തോറ്റിട്ടുണ്ടെങ്കിൽ തന്നെ ഏത് സബ്ജക്റ്റാണ് തോറ്റിട്ടുള്ളത് എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലുള്ള ചോദ്യങ്ങളുണ്ട്. അതായത് 40 മാർക്കിൽ വരുന്ന സബ്ജക്ട്സ് ഉണ്ട്. അതിനോടൊപ്പം ഒരു 10 മാർക്ക് CE ഉണ്ട്. ടോട്ടൽ 50 വരുന്നത്. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ഉണ്ട്. അതിനോടൊപ്പം 20 മാർക്ക് CE ഉണ്ട്. ടോട്ടൽ 100 മാർക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 40, 10, 50 മാർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് 10 മാർക്ക് ഫുൾ CE മാർക്ക് കിട്ടുന്ന ഒരു വിദ്യാർത്ഥിയാണ്, അതുപോലെ നിങ്ങൾക്ക് ഗ്രേസ് മാർക്കിനൊക്കെ അർഹതയുള്ള ഒരു വിദ്യാർത്ഥി ആണ് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അതായത് ജസ്റ്റ് ഒരു 40 മാർക്ക് നിങ്ങൾ പരീക്ഷയിൽ 5 മാർക്ക് കിട്ടിയാൽ മതി. അങ്ങനെ ടോട്ടൽ 15 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഈ ഒരു പരീക്ഷയിൽ D+ കിട്ടി നിങ്ങൾ ജയിക്കും. 40 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ ജയിക്കും. അതുപോലെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഒരു 10 മാർക്ക് പരീക്ഷയിൽ കിട്ടുന്നു, 20 മാർക്ക് ഫുൾ CE ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ 30 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് D+ കിട്ടിയിട്ട് നിങ്ങൾ ആ ഒരു പരീക്ഷ പാസ്സാവുന്നതാണ്. അതേസമയം നിങ്ങൾക്ക് 20 മാർക്ക് ഫുൾ CE കിട്ടില്ല, ഒരു 18 കിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ ഈ ഒരു 12 മാർക്ക് 80 മാർക്കിൻ്റെ പരീക്ഷയിൽ നേടിയാലേ ഈ ഒരു 30 മാർക്ക് കിട്ടി D+ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും വരുന്നത്. നിങ്ങൾക്ക് 9 മാർക്ക് ഈ ഒരു CE മാർക്ക് കിട്ടത്തുള്ളൂ എങ്കിൽ നിങ്ങൾ 5-ന് പകരം 6 മാർക്ക് വാങ്ങിക്കണം. അങ്ങനെയെങ്കിൽ ഈ ഒരു 15 മാർക്ക് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു D+ ഗ്രേഡ് കിട്ടുള്ളൂ. അതായത് നിങ്ങൾക്ക് പരീക്ഷയിൽ നിങ്ങൾക്കൊരു 5 മാർക്ക് കിട്ടിയാൽ മതി. അത് ടോട്ടൽ CE ഉൾപ്പെടെ 15 നിങ്ങൾക്ക് ടോട്ടലായിട്ട് 50 കിട്ടണം. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് 10 മാർക്കാണ് നിങ്ങൾക്ക് പരീക്ഷയിൽ നേടേണ്ടത്. അതുപോലെ 20 മാർക്ക് ഫുൾ CE കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 30 മാർക്ക് കിട്ടിയാൽ മതി. അതായത് ചുരുക്കി പറഞ്ഞാൽ 50 മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങൾക്കൊരു 15 മാർക്ക് കിട്ടണം. അതുപോലെ അത് പരീക്ഷയും CEയും ഉൾപ്പെടെ 50 വരിക, അതിൽ 15 മാർക്ക് കിട്ടണം. അതുപോലെ തന്നെ ഈ ഒരു 100 മാർക്കിൽ, അത് 100 എന്ന് പറയുമ്പോൾ 80 മാർക്ക് പരീക്ഷയാണ്, അതായത് 80 മാർക്കിൻ്റെ പരീക്ഷയാണ്, 20 മാർക്ക് CE ആണ്. അങ്ങനെയാണ് 100-ൽ വരുന്നത്. അപ്പോൾ 100-ൽ 30 മാർക്ക് കിട്ടണം. അപ്പോൾ ഈ ഒരു മാർക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും കിട്ടും. അപ്പോൾ ഇങ്ങനെ കിട്ടിയാലാണ് നിങ്ങൾക്ക് D+ ഗ്രേഡ് കിട്ടി നിങ്ങൾ ജയിക്കുള്ളൂ. ഇനി നിങ്ങളുടെ റിസൾട്ട് പരിശോധിച്ച് നിങ്ങൾ എങ്ങനെയാണ് തോറ്റിട്ടുണ്ടോ ജയിച്ചിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു രജിസ്റ്റർ നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്ത് അത് വ്യൂ റിസൾട്ടിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ റിസൾട്ട് പരിശോധിച്ച ശേഷം നിങ്ങളത് ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങൾക്ക് ഇതേപോലെയാണ് നിങ്ങളുടെ SSLCയുടെ പരീക്ഷയുടെ റിസൾട്ടിൽ നിങ്ങളുടെ ഗ്രേഡും കാര്യങ്ങളൊക്കെ അതായത് റിസൾട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് റിസൾട്ട് ഉണ്ടാവുക. അപ്പോൾ റിസൾട്ടിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൃത്യമായിട്ട് നിങ്ങൾക്ക് 1 മുതൽ 10 വരെയുള്ള സബ്ജക്റ്റുകളുടെ എല്ലാ സബ്ജക്റ്റിൻ്റെ പേരും അതുപോലെ തന്നെ മാർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാർക്കല്ല ഗ്രേഡാണ് ഉണ്ടാവുക. SSLCയുടേത് ഗ്രേഡിംഗ് സിസ്റ്റം ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഗ്രേഡ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇതിൽ ഗ്രേഡ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ഗ്രേഡുകളാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ പരിശോധിക്കാം എന്നുള്ളത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴായിട്ട് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാൻ പറ്റും. അതായത് ജസ്റ്റ് നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ പറഞ്ഞു തരാം. ഇവിടെയാണ്. അപ്പോൾ റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാം എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതായത് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ
തുടർ പഠനത്തിന് നിങ്ങൾ യോഗ്യരാണ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണെങ്കിൽ നിങ്ങൾ ഒരു SSLC പരീക്ഷ ജയിച്ചു, അതായത് പാസ്സായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതേസമയം ഇവിടെ റിസൾട്ട് എന്നുള്ള ഭാഗത്ത് ഇതുപോലെയാണെന്ന് വിചാരിക്കുക. അതായത് റിസൾട്ട് എന്നുള്ള ഭാഗത്ത് ഇവിടെ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്, അത് നോട്ട് എലിജിബിൾ, അതായത് ഈ ഒരു നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ് കൊടുത്തിട്ടുള്ളതെന്ന് വിചാരിക്കാം. അപ്പോൾ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണെങ്കിൽ നിങ്ങൾ ആ ഒരു SSLC പരീക്ഷ തോറ്റു, അതായത് ഫെയിൽഡ് ആയി എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇതേപോലെ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ് കൊടുത്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ, അതായത് ഇതത് എലിജിബിൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ ഈ ഒരു തുടർ പഠനത്തിന് യോഗ്യരാണ്, അതായത് SSLC പരീക്ഷ പാസ്സായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതേസമയം എലിജിബിളിന് മുമ്പിലായിട്ട് നോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്, അത് നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ് കൊടുത്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ തോറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ തോറ്റിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മറ്റൊരു രീതിയിൽ മനസ്സിലാക്കാം. ഇവിടെ നിങ്ങളുടെ ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രേഡ് കൊടുത്തതിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് നിങ്ങൾക്ക് D ഗ്രേഡോ അതല്ലെങ്കിൽ E ഗ്രേഡോ ആണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു DO EO ആണ് കിട്ടിയതെങ്കിൽ ആ ഒരു സബ്ജക്റ്റിന് നിങ്ങൾ തോറ്റതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ജയിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അത് നോക്കേണ്ട ആവശ്യമില്ല, അതായത് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് ആണെങ്കിൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ട്. എന്നാൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് ആണെങ്കിൽ നിങ്ങൾ തോറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. നിങ്ങൾ തോറ്റിട്ടുണ്ടെങ്കിൽ തന്നെ ഏത് സബ്ജക്റ്റാണ് തോറ്റതെന്ന് മനസ്സിലാക്കാനായിട്ട് ഇവിടെ ഗ്രേഡ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഗ്രേഡ് പരിശോധിക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് D ഗ്രേഡോ E ഗ്രേഡോ കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് തോറ്റതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അങ്ങനെ തോറ്റിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ SSLC സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷ സ്കൂളുകളിൽ നൽകുക. SSLC സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷ ഏകദേശം റിസൾട്ട് വന്ന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷ വരും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കണം. ഒരു വിഷയത്തിന് 75 രൂപയാണ് ഫീസ് വരിക. സർട്ടിഫിക്കറ്റ് ഫീസ് ഏകദേശം 10 രൂപയോ 20 രൂപയോളം ആണ്. അതായത് ഈ ഒരു എത്ര രൂപയാണ്, അത് 20 10 ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു പൈസയാണ് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷാ ഫീസ് അടച്ച് നിങ്ങൾ എത്ര വിഷയം തോറ്റിട്ടുണ്ടോ അത്ര വിഷയം സേ പരീക്ഷ എഴുതാവുന്നതാണ്. ഇനി ജയിച്ചൊരു വിദ്യാർത്ഥിയാണ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് D ഗ്രേഡോ E ഗ്രേഡോ ആണ് കിട്ടിയത്, നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കൂടും. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു A ഗ്രേഡെങ്കിലും കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു, എന്നാൽ റിസൾട്ട് വന്നപ്പോൾ D ഗ്രേഡോ E ഗ്രേഡോ ഒക്കെയാണ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ റീവാലുവേഷനായിട്ട് അപേക്ഷിക്കണം. റീവാലുവേഷനായിട്ട് അപേക്ഷിക്കാനായിട്ട് 400 രൂപയാണ് ഒരു വിഷയത്തിന് ഫീസ് വരിക. നിങ്ങൾക്ക് അപേക്ഷിച്ച് ഗ്രേഡ് കൂടുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥിക്ക് D ഗ്രേഡാണ്, D ഗ്രേഡിൽ നിന്ന് D+ അല്ലെങ്കിൽ A+ ഒക്കെ ആയിട്ടുണ്ട് എങ്കിൽ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൈസ നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ റീവാലുവേഷൻ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം B+ ആണ്, റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് A ഗ്രേഡ് ആണെങ്കിൽ ആ ഒരു പൈസ നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും. അതേസമയം നിങ്ങൾക്ക് ഈ റീവാലുവേഷന് മുമ്പുള്ളതിനേക്കാൾ, അത് B+ ആണ് ആദ്യം, റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് C ഗ്രേഡാണ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾക്ക്, അതായത് ഈ ഒരു ആദ്യം ലഭിച്ച B+ ആണ് കിട്ടുക. അതായത് റീവാലുവേഷന് മുമ്പുള്ളതാണോ ശേഷമുള്ളതാണോ കൂടുതൽ, ഏതാണ് കൂടുതൽ മാർക്ക്, അതായത് ആ ഒരു ഗ്രേഡാണ്, അതായത് കൂടുതൽ ഗ്രേഡ് ഏതാണോ ആ ഒരു ഗ്രേഡാണ് നിങ്ങളുടേതായിട്ട് പരിഗണിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ SSLC റിസൾട്ട് പരിശോധിച്ച ശേഷം നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് എന്നുള്ള ഭാഗത്ത് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണെങ്കിൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ട്, അതായത് പാസ്സായിട്ടുണ്ട്. അതേസമയം റിസൾട്ടിൻ്റെ ഭാഗത്ത് നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് ആണെങ്കിൽ തോറ്റിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തുടർ പഠനത്തിന് യോഗ്യത ഉണ്ട് എന്നാണ് അത് അർത്ഥമാക്കുന്നത്. അതായത് നിങ്ങൾ ജയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.